എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് തുലാമാസം 27-ാം തീയതിയും 13/11/2025 വ്യാഴാഴ്ചയുമാണ്. വ്യാഴാഴ്ച ഈശ്വര പ്രാർത്ഥന നടത്തേണ്ടത് മഹാവിഷ്ണുവിനെയാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വത്തിൻ്റെ നാഥനാണ്. വിഷ്ണുവിനാണ് നമ്മൾ പ്രാർത്ഥനയെല്ലാം സമർപ്പിക്കേണ്ടത്. അവരവരുടെ ആചാരപ്രകാരം നമുക്ക് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളിലുള്ളവർക്ക് അവരവരുടെ രീതിയിൽ പ്രാർത്ഥന സമർപ്പിക്കാവുന്നതാണ്. എങ്ങനെ പ്രാർത്ഥിച്ചാലും സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നാണ്. അതായത് ആരെ പ്രാർത്ഥിച്ചാലും എങ്ങനെ പ്രാർത്ഥിച്ചാലും ഒടുവിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ചെന്ന് പതിക്കുന്നത് വിശ്വനാഥൻ്റെ പരമാത്മാവിൻ്റെ പാദത്തിലാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കും. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്ന് ചില പ്രതീക്ഷകൾ വന്നു ചേരുന്ന ദിവസമാണ്. തലേ ദിവസത്തേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ഞെരുക്കത്തിനൊരു പരിഹാരം ലഭിക്കാനായിട്ട് മാർഗങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ചില നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും സന്തോഷകരമായ ചില നിമിഷങ്ങൾ പങ്കിടാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഒക്കെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്കും സാധ്യതയുണ്ട്. യാത്ര കൊണ്ട് ഫലമുണ്ടാകുന്നതാണ്. എന്നാൽ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങളാണ് കാണുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ജോലി നഷ്ടപ്പെടാനൊക്കെയുള്ള ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നു. ഇന്ന് അതിനെക്കുറിച്ച് ഒരാശങ്ക ഉണ്ടാകുന്ന ദിവസമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. സന്താനങ്ങളെക്കുറിച്ചായിരിക്കും കലഹങ്ങൾ ഉണ്ടാവുക. സന്താനങ്ങളുടെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ പരീക്ഷാ വിജയത്തിന് ഒരു പ്രതികൂല സാധ്യത കണ്ടൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മനിയന്ത്രണമാണ് എല്ലാത്തിനും വേണ്ടത്. വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമാധാനവും കേൾക്കുന്നവരുടെ സമാധാനവും പോവുക എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കുന്നതാണ്. വർഷങ്ങളായി വളരെയധികം ഹ്യൂമിലിയേഷനായി അനുഭവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ തരം താഴൽ അനുഭവിക്കുന്നവർക്ക് ഇന്ന് അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നതാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടവർക്ക് ചില പ്രൊമോഷനുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യ സ്വഭാവങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. മറ്റ് യൂണിഫോം ഇട്ട ജോലിക്കാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇത്. ആരോഗ്യ മേഖലയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വളരെ അനുകൂലമായ ഒരുപാട് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുന്നൊരു ദിവസമാണ്. കുട്ടികളുടെ അഭിവൃദ്ധി ഓർത്ത് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. പുതിയ വസ്ത്രങ്ങൾ, പുതിയ സമ്മാനങ്ങളൊക്കെ തേടി വരുന്ന ഒരു ദിവസമായിരിക്കും. ഉല്ലാസയാത്ര പോലെയുള്ള ചെറിയ ചെറിയ യാത്രകളെല്ലാം നടത്താനായിട്ട് സാധ്യതയുണ്ട്. തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ അത് ഒഴിവായി പോകാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാദി കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഒരു കാരണവശാലും മറ്റുള്ളവരുമായിട്ട് കലഹിക്കാനോ അല്ലെങ്കിൽ അത് കേസ് വഴക്കിലേക്കൊക്കെ എത്തിച്ചേരാനോ ഒക്കെ സാധ്യത കാണുന്നതിനാൽ തീർച്ചയായും അതീവ ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി സമാധാനത്തോടുകൂടി മുൻപോട്ട് പോവുക. പിടിവാശികളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദ, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആരോഗ്യപ്രദമായ അനുഭവങ്ങളുണ്ടാകുന്ന ദിവസമാണ്. ശരീരത്തിന് ക്ലേശങ്ങളുള്ളവർക്ക് അതിനുതകുന്ന ചികിത്സ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അതേപോലെ ദേഹത്ത് നീരിറങ്ങുന്ന പ്രകൃതക്കാർക്ക് എല്ലാം
നല്ല ചികിത്സ ലഭിക്കാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. നമ്മുടെ പിടിവാശിയും അതേപോലെ സ്റ്റബൺനെസ് അല്ലെങ്കിൽ പിടിവാശിയും ഒക്കെ മൂലം ചില നഷ്ടങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി അപ്രതീക്ഷിതമായി കുറച്ച് ധനം ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. മാനസികമായ വിഷമം ഉള്ളവർക്കും മാനസികമായ ആരോഗ്യക്കുറവുള്ളവർക്കുമൊക്കെ ഇന്ന് ആ അസുഖങ്ങളിൽ നിന്നൊരു ശമനം ലഭിക്കുന്ന ദിവസമാണ്. എപ്പോഴും നമ്മൾ നേർപാതയിലൂടെ സഞ്ചരിച്ചാൽ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാവുന്നതാണ്. നേർപാത വിട്ട് സഞ്ചരിക്കുമ്പോൾ ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിന് തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. രാവിലെ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനം നടത്തുകയോ പ്രാർത്ഥനകളിൽ മുഴുകുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. കുടുംബത്തിൽ ഉണ്ടായിരുന്ന സമാധാനക്കേടുകൾ പറഞ്ഞു തീർക്കാനും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യസ്ഥിതിയിൽ ആശങ്കകളുണ്ടായിരുന്നവർക്കും ഇന്ന് സമാധാനം ലഭിക്കുന്ന ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചിരിക്കാതെ ധനം വന്നു ചേരാനോ അല്ലെങ്കിൽ തൊഴിൽ സാധ്യതയൊക്കെ ഉരുത്തിരിഞ്ഞു വരാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ സ്വന്തം കുട്ടികൾക്ക് ചില പരിവർത്തനങ്ങൾ വരികയും അവർ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്ത് പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. സ്പൗസിന് അല്ലെങ്കിൽ പങ്കാളിക്ക് വളരെയധികം ദുരിതം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. മദ്യപാന ശീലമാക്കിയിട്ടുള്ള പങ്കാളികളുള്ളവർക്ക് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായ ഒരു ദിവസമായിരിക്കുമെന്ന്. ചില വഴക്കുകളും കേസുകളിലുമൊക്കെ ചെന്ന് പെടുവാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും. സിനിമാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് തടസ്സങ്ങൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് ശകാരം കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും ചില സംഘർഷങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യമായത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരാർത്ഥം ധാരാളം കച്ചവടം നടക്കുന്ന ഒരു ദിവസമായിരിക്കും. വരുമാനത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും മനസ്സിന് സന്തോഷം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നതാണ്. പുതിയ കെട്ടിടങ്ങളോ സ്ഥലങ്ങളോ ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് അനുകൂലമായി കാണുന്നു. അതേപോലെ ആഭരണങ്ങളും ആയിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം അല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ച് ഉള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. തൊഴിൽ തർക്കം തുടരുന്നതാണ്. തൊഴിലാളികളുമായി ചില സംഘർഷങ്ങൾ ഉണ്ടാകാനും അവർ പിരിഞ്ഞു പോകാനുമൊക്കെ ഉള്ള ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കൊക്കെ പരിഹാരം കാണുന്ന ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തികമായി ചില അപ്രതീക്ഷിത ചിലവുകൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനോ സ്ഥാപനങ്ങളിൽ ചില വസ്തുക്കൾ കേടാകാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കന്നി കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ടതായിരിക്കില്ല. പല കാര്യങ്ങൾക്കും തടസ്സം വരുന്നൊരു ദിവസമാണ്. ഇന്ന് വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. ചെറിയ കാര്യങ്ങൾ, അത് കരമടയ്ക്കാൻ പോയാൽ പോലും അത് അടയ്ക്കാൻ പറ്റാതെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. എന്തിനിറങ്ങിയാലും തടസ്സം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ശാരീരികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അധികരിക്കുന്നതായി കാണുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് വളരെ അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പല്ലിനോ എല്ലിനോ ഒക്കെ കേടുള്ളവർക്കും അസുഖം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ സന്താനങ്ങൾക്ക് ദോഷപ്പെട്ട ഒരു സമയമായിരിക്കില്ല. അവരുടെ അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ കണ്ട് എല്ലാം മറക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇത്.
അതേപോലെ കുടുംബത്തിൽ വലിയ കലഹങ്ങളോ അടിപിടി ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ധാരാളം ആളുകളുമായി ഇടപഴകാനും ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരവർക്ക് ഉതകുന്ന രീതിയിലുള്ള സൗഹൃദങ്ങൾ ഉടലെടുക്കാനുമൊക്കെ സാധ്യത കാണുന്ന ഒരു ദിവസമാണ് ഇന്ന്. ബിസിനസ്സിൽ ക്രമാതീതമായ ഉയർച്ച ഉള്ള ഒരു ദിവസമായിരിക്കും. അതേപോലെ രാജ്യത്ത് നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ അതിൽ ഒരു ഭാഗഭാക്കാകാനോ ഒക്കെ യോഗമുള്ള ഒരു നക്ഷത്രമാണ്. പ്രായം കൂടിയവർക്ക് ചില സംഭവങ്ങളും മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മരുന്ന്. ഈശ്വരനെ പ്രാർത്ഥിക്കൂ, മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ടതായിരിക്കുകയില്ല. ഒരുപാട് കാര്യങ്ങളിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസികമായി വലിയ ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഉച്ചയോടുകൂടി അതിനെല്ലാം മാറ്റം വരുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ സമാധാനം ഉണ്ടാകുന്നതാണ്. അതേപോലെ വ്യാജരേഖകൾ ഉണ്ടാക്കുകയും വ്യാജമായ കൃത്രിമമായ മാർഗത്തിലൂടെ പണമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. അതൊന്നും ഒരിക്കലും നമ്മുടെ രാജ്യത്തെ നന്നാക്കുന്നതല്ല. നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതാണ്, പണപ്പെരുപ്പം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മനിയന്ത്രണത്തോടു കൂടി പതുക്കെ അത്തരം അനാശാസ്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവലിയേണ്ടതാണ്. ചില സമ്മർദ്ദം മൂലം, ചില കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലം ചില കാര്യങ്ങളിൽ ഇടപെട്ട് മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ സന്താനങ്ങളുടെ ഉന്നതമായ പഠനം അല്ലെങ്കിൽ അവരുടെ സഹകരണം ഒക്കെ കൊണ്ട് വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം ഇന്ന് വളരെ ആശ്വാസപ്രദമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. സ്വയംകൃതാനർത്ഥമായി ഉണ്ടാക്കി വയ്ക്കുന്ന ചില ആഹാരശീലങ്ങൾ കൊണ്ടുള്ള ചില അസുഖങ്ങൾ അലട്ടിയേക്കാം. ഉദരരോഗം അധികരിക്കാൻ സാധ്യതയുണ്ട്. വൈദ്യസഹായം തേടാനായിട്ട് സാധ്യത കാണുന്നു. ശുദ്ധമായ ചിന്തയോടുകൂടി മുൻപോട്ട് പോവുക. സന്താനങ്ങളെക്കുറിച്ചുള്ള അഭിവൃദ്ധി അറിഞ്ഞ് മനസ്സിന് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ IT ഫീൽഡിലുള്ളവർക്കും ഒരുപാട് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ വരുമോ എന്നൊക്കെയുള്ള ആശങ്ക വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. ധാരാളം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഒരു വെമ്പൽ ഉള്ളവർ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതാണ്. ശാരീരിക ക്ലേശം കുറച്ച് ബുദ്ധിമുട്ടിക്കുമെങ്കിലും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കുന്നതുകൊണ്ട് മനസ്സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ മരുന്നുകളോ പൂക്കളോ കൊണ്ടുള്ള അലർജി വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ശ്വാസകോശ സംബന്ധമായ അസുഖം അനുഭവിക്കുന്നവർക്കും ഇന്ന് വിഷമതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരുമായി ആശയവിനിമയം നടത്താനും ഒക്കെ ഇന്ന് നല്ല ഒരു അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ടവർക്കും ഇത് ഒരു പൊതു അനുഭവമായിട്ട് കണക്കിലാക്കാം. എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന പലർക്കും കുടുംബവുമായിട്ടുള്ള ചില കലഹങ്ങൾ അധികരിക്കാനും അതേപോലെ തെറ്റായ മാർഗങ്ങളിലൂടെ പോകുന്നവർക്ക് അത് വളരെയധികം മനപ്രയാസം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതുകൊണ്ട് എപ്പോഴും ശരിയായ മാർഗത്തിലൂടെ തന്നെ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്.
ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ദോഷാധിക്യമാണ് കാണുന്നത്. കാലുവേദന, കൈവേദന അല്ലെങ്കിൽ പനി ഒക്കെ മൂലം നമുക്ക് അത്യാവശ്യമായി പോകേണ്ട പല കാര്യങ്ങൾക്കും മീറ്റിങ്ങുകൾക്കും പങ്കെടുക്കാൻ പറ്റാതെ വരികയും വളരെ അനുകൂലമായി പെരുമാറുന്ന ആൾക്കാർ പെട്ടെന്ന് പ്രതികൂലമായി പെരുമാറുന്നതായിട്ട് തോന്നാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ഷെയറിൽ നിക്ഷേപിക്കാനും ധനം ഇൻവെസ്റ്റ് ചെയ്യാനുമൊക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കുമെന്ന്. ശരീരത്തിൻ്റെ ക്ലേശം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ശാരീരിക ക്ലേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടതാണ്. സന്തോഷപരമായ പല കാര്യങ്ങളും തീരുമാനിക്കാൻ ദിവസത്തിൻ്റെ അവസാനം സാധ്യത കാണുന്നു. കുട്ടികളുടെ വിവാഹമോ അല്ലെങ്കിൽ കുട്ടികളുടെ ഉയർച്ചയോ പഠനത്തിന് വേറെ കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്ത് വേറെ എന്തിലേക്കും പോകാനുള്ള ഒരു പ്ലാനോ ഒക്കെ അനുകൂലമായി തന്നെ കാണുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. മാതാപിതാക്കളുടെ ഗുരുത്വവും മാതാപിതാക്കളുടെ അനുഗ്രഹവും ഒക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. സ്വന്തമായി ഭവനം നിർമ്മിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങളെല്ലാം അനുകൂലമായി തന്നെയാണ് ഭവിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടെന്നറിയാമല്ലോ. ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിക്കുമ്പോൾ നമ്മുടെ ആത്മശുദ്ധി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആത്മശുദ്ധിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ചില പ്രത്യേക സ്വഭാവങ്ങൾ, സവിശേഷതകൾ പരിശോധിക്കാം. മീനക്കൂറുകാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരും പെട്ടെന്ന് തണുക്കുന്നവരുമാണ്. പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് അത് അത്ര സുഖകരമായിട്ട് തോന്നുകയില്ല. അവർ അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് വൈരാഗ്യത്തോടുകൂടി തന്നെ നമ്മോട് പെരുമാറും. ഇനി ഇടയ്ക്ക് വെച്ച് മീനക്കൂറുകാരുടെ സ്വഭാവം മാറ്റമുണ്ടാകും. അപ്പോൾ അവർ സമ്പാദിക്കാനെല്ലാം തുടങ്ങും. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ജനറലായിട്ട് പറഞ്ഞതാണ്, ഇന്നത്തെ ഫലം പറഞ്ഞതല്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി സ്വന്തം തൊഴിൽ വളരെ ആത്മാർത്ഥമായി ചെയ്ത് മുൻപോട്ട് പോവുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കുന്നു.